ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ കൊറിയൻ മാസ്കിൻ്റെ ഫസ്റ്റ് ആയിട്ടാണ് ചോറ്. കൊറിയയിലെ ചോറല്ലോട്ട് നമ്മുടെ ഇന്ത്യയിലെ ചോറാണ്, എൻ്റെ വീട്ടിലെ ചോറാണ്. ഞാൻ മിക്സിയിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടി നന്നായി ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെക്കുക, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെക്കുക. എന്നിട്ട് ഈ ഫോം നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ആത്മാവിനെ വേർതിരിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നന്നായി പ്രസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രസ് ചെയ്തെടുക്കുക. അത് ഫൈനലി ഈ ഫോമിലേക്കാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം ഇവൻ നമ്മളെ മെയിൻ താരമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇവനെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ അലോവെറ ജെൽ. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ സാധനമാണ് കേട്ടോ, മുഖത്തിടുന്ന. ഞാൻ കുറച്ച് മുന്നേ കട്ട് ചെയ്ത് വെച്ചാണ്, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു യെല്ലോ കളറുള്ള സാധനം അത് പോകാൻ വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പറിലാണ് വെച്ചത്. എനിക്ക് പാത്രം എടുക്കാൻ മടി, അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറിൽ പിടിച്ച് ആകെ മൊത്തം ഒട്ടിപ്പിടിച്ചൊരു ബാക്കിയായി. അപ്പോൾ ഇതേ കണ്ടോ, ഇതൊരു ജെല്ല് ഫോമിലായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഡൈല്യൂട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. എന്നാൽ ഞാൻ കുത്തി ചെയ്തു. അടുത്തായിട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അപ്പോൾ ഈ ടാബ്ലറ്റ് ഫേസിലോ എവിടെയെങ്കിലും അലർജിയുള്ള ആൾക്കാർ പ്ലീസ് ഇത് യൂസ് ചെയ്യരുത്, ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മുടെ മെയിൻ ഹണിക്കുട്ടനെ ഞാൻ എവിടെയും ഒഴിവാക്കാറില്ല. ഹണിക്കുട്ടനെ ഞാൻ എൻ്റെ വക ആഡ് ചെയ്തതാണ് കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേസിന് ഹണി ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ഹണിക്കുട്ടനെയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ കുത്തി ഇതേ ഈ ഒരു ഫോമിൽ കിട്ടി എനിക്ക്. ഇതാണ് ഒറിജിനൽ കൺസിസ്റ്റൻസി. നന്നായി അങ്ങ് ഇളകി പോവുകയും ചെയ്യരുത്, ടൈറ്റായി നിൽക്കരുത് ആ ഒരു ഫോമിൽ. അപ്പം നമുക്കിത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിത് തരതരാന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിടുന്നുണ്ട് മുഖത്തൊക്കെ. എന്തായാലും ഒരു വലിയൊരു കൊറിയക്കാരിയുടെ ഫേസ് ഒന്നും വരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. കൊറിയൻ സ്കിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റൈസ് വാട്ടർ ആ ഒരു സംഭവമാണല്ലോ അതിൻ്റെ മെയിൻ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഗ്ലാസ് പോലെ ഒരു സുപ്രഭാതത്തിൽ ഞാനിങ്ങനെ തിളങ്ങി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സത്യം പറയുള്ളൂ, ഞാൻ ഈ പാക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ പരീക്ഷിക്കുന്നത്. ഇതുവരെ ഒരു കൊറിയൻ സ്കിൻ പാക്കും ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. ഈ റൈസ് വാട്ടറും റൈസും തന്നെ എൻ്റെ മുഖത്തേക്ക് ഇടുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇനി കുറേ ആവുമോ, ഇനി വല്ല ഏതവസ്ഥയിലേക്ക് പോകുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നോർമൽ നാടൻ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെയാണെന്നുള്ളത്. ഞാൻ മൊത്തമായിട്ട് അങ്ങ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ. അപ്പോൾ ഡിയേഴ്സ്, ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് സംസാരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. കണ്ടോ, എൻ്റെ സ്കിന്നുണ്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വലിക്കാൻ പാടില്ല കേട്ടോ, നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഞാനിതൊന്ന് നനച്ചു കൊടുത്തിട്ട് വരാം. അതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം, റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കി നോക്കാം എന്താവും എന്നുള്ളത്. കുറച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ നമ്മുടെ ഒരു ദിവസം മൊത്തം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടി വരും മുഖം കഴുകണമെങ്കിൽ. ആ അവസ്ഥയായിട്ട് നന്നായിട്ട് ഡ്രൈ ആയിപ്പോയി. എൻ്റെ മീശയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നനച്ചിട്ട് വരാം. ഓക്കെ. അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അല്ലാതെ നമുക്ക് ഞാൻ അത് നനച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് നനച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് നോക്കിയോക്കാം. ഞാൻ കുറച്ചും കൂടെ ഒരു കപ്പിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ തുടച്ച് നോക്കാം. എനിക്ക് അറിയില്ല കേട്ടോ, സത്യം ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഫിൽറ്റർ ഇട്ടിട്ടില്ല. എൻ്റെ മുഖത്തെ കണ്ട് ഇത് റെഡ് മാർക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റാണ്. അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം. എനിക്ക് കുറച്ച് രസമായി തോന്നുന്നുണ്ട്. കണ്ടോ, അയ്യോ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ടൈം എടുത്ത് പോക്കേണ്ടി വരും. അധികം ടൈം നമ്മളിങ്ങനെ വെക്കാനും പാടില്ല. ഞാൻ ജസ്റ്റ് വെള്ളം എടുത്തത് ഫുള്ളായിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് കഴുകി തുടച്ച് നോക്കാം. എനിക്കറിയില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഞാൻ ഒന്നും ഫിൽറ്ററൊന്നും ഇട്ടില്ല, കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്ത് വന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നോക്കി നോക്കാം. ഇതാണ് ഏകദേശം ഒരു അവസ്ഥ. അപ്പോൾ എനിക്ക് നല്ല ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്ലോ മാത്രമല്ല, എനിക്കൊരു ടാന് പോയ പോലെയോ എന്തൊക്കെയോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ കണ്ടോ, ഇവിടെ ഇനി ഇല്ല, ഇവിടെ ഇത് കഴിഞ്ഞു. ഇതാണ് അവസ്ഥ, മനസ്സിലായോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാനൊന്ന് ഫുള്ളൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. കാരണം എനിക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഞാൻ മുഖം ചെറുതായി വാഷ് ചെയ്തിട്ട് വന്നു. മുഖം മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളൂ, ഇവിടെ ഒന്നും വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എനിക്കിതൊന്ന് തുടച്ചാൽ നിങ്ങളെ മുന്നിൽ തന്നെ തുടക്കാമെന്ന് വിചാരിച്ച്. ചെറിയൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഒരു ഓയിലി ഒരു ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് മുഖത്തൊരു ചെറിയൊരു ഓയിലിയുടെ ഒരു ഇത് ഫീൽ ചെയ്യും. പിന്നെ ഇതിൽ ചില ആൾക്കാർ ഓയിൽ
അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ. അപ്പോൾ എൻ്റേത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഓയിൽ സ്കിപ്പ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എനിക്ക് ഫൈനലി കിട്ടിയത്. അപ്പോൾ ഇത് എനിക്ക് കാണാൻ പറ്റും, ഞാൻ ഒന്നും ഫിൽറ്റർ കാര്യങ്ങളൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അത് എനിക്ക് ഇവിടെ നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മുഖത്ത് മൊത്തമായിട്ട് തന്നെ. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ നെറ്റിക്ക് കുറച്ച് ടാനുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതും ഒന്ന് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. സ്കിന്നിന് പറ്റാത്തവർ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.